ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്ലീവ് എംബ്രോയ്ഡറിയുടെ ഡിസൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലീവിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഈ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ സ്ലീവ് എൻഡിൽ വരുന്ന എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുകയോ സ്ലീവിൻ്റെ മറ്റ് മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ വേണ്ടത് സ്ലീവ് റൗണ്ടിൻ്റെ, അതായത് സ്ലീവ് എൻഡിലെ വണ്ണം, അതിൻ്റെ വണ്ണം എത്രയാണോ അതൊരു പേപ്പറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് അതിലാണ് നമ്മൾ ഇങ്ങനെ സ്ലീവ് എൻഡിൽ വരുന്ന ഡിസൈൻസ് വരച്ചെടുക്കേണ്ടത്. അതേസമയം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷോൾഡർ ഭാഗത്ത് വരുന്ന എംബ്രോയ്ഡറിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലീവിൽ മുഴുവനായിട്ട് വരുന്ന എംബ്രോയ്ഡറിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലീവിൻ്റെ ഫുൾ മെഷർമെൻറ്റ്സും വേണം. അത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വരച്ച് ഡിസൈൻ ചെയ്താൽ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും അത് പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക്, എംബ്രോയ്ഡറി ചെയ്ത് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ളൊരു കുർത്തിയുടെയോ സൽവാറിൻ്റെയോ ഒരു സ്ലീവ് മാത്രം, റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരു സ്ലീവ് മാത്രം നമുക്കിതുപോലെ അഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊരു ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് എത്രയായാലും കുഴപ്പമില്ല, ഷോർട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ലീവോ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് സ്ലീവാണ്. എത്ര ലെങ്തിലുള്ള സ്ലീവായാലും നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഒരു 5 ഇഞ്ച് മാത്രം ലെങ്തിൽ ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കാം. പിന്നീട് നമ്മൾ ചെയ്യുന്ന ഡിസൈൻസിനനുസരിച്ചിട്ട് പേപ്പറിൽ ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് അതിൽ എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അത് പേപ്പറിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇതുപോലെ സ്ലീവ് വെച്ചിട്ട് ട്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ നിങ്ങൾ തുണിയിൽ സ്ലീവ് വരച്ച് കട്ട് ചെയ്യുന്നത് അതുപോലെ ചാർട്ട് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഡിസൈൻ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പേപ്പറിലേക്ക് ട്രേസ് ചെയ്തിട്ട് ഡിസൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്ലീവിൽ മാത്രം ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു എംബ്രോയ്ഡറിയുടെ ഡിസൈനാണ്. ഇങ്ങനെ ഒരു സ്ലീവിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഡിസൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ ബാക്കിനേക്കാളും ഫ്രണ്ട് ആം ഹോള് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യാറുണ്ട്. ഇതൊരു സ്ലീവിൻ്റെ ബാക്കും ഇത് ഫ്രണ്ട് പോർഷനുമാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബാക്കിനേക്കാളും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് കുഴിച്ചാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഏത് സ്ലീവിലേക്കാണോ ഈ ഡിസൈൻ വരയ്ക്കുന്നത് ആ സ്ലീവിൻ്റെ തന്നെ ഫ്രണ്ടിലായിരിക്കണം ഈ കുഴിവ് വരേണ്ടത്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സ്ലീവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സ്ലീവിൽ ചെയ്യുമ്പോൾ ഈ ഒരു കുഴിവ് വരേണ്ടത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ്. അതേസമയം നമുക്ക് റൈറ്റ് സ്ലീവിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കുഴിവ് വരേണ്ടത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാറ്റേൺ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കുഴിവ് റൈറ്റ് സൈഡിൽ വന്നോളും. ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ പാറ്റേൺ ട്രേസ് ചെയ്തെടുക്കാം. ട്രേസ് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും മാത്രം ട്രേസ് ചെയ്താൽ മതിയാവും, കാരണം നമ്മൾ ഓൾ ഓവർ എംബ്രോയ്ഡറി അല്ല ചെയ്യാൻ പോകുന്നത്. ഇനി ഡിസൈൻ വരയ്ക്കുന്നതിന് മുന്നേ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സ്ലീവിൽ എത്രയാണോ സീം അലവൻസ് ഉള്ളത് ആ സീം അലവൻസ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചിട്ട് ബാക്കിയുള്ള സ്പേസിലാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള സ്ലീവിൽ 1.5 ഇഞ്ചായിരുന്നു സീം അലവൻസ്, അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 2 സൈഡിലേക്കും ലെങ്ത് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ലൈൻസ് വരയ്ക്കാം. ഓരോ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.25 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് സ്ലീവിന് വേണ്ടിയിട്ടുള്ളൊരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പാറ്റേൺ തന്നെ 2 സ്ലീവിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് 2 സ്ലീവ് വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സ്ലീവിൽ ആ കുഴിവ് കറക്റ്റ് ഫ്രണ്ടിലും വരും, പക്ഷേ റൈറ്റ് സ്ലീവിൽ ആം ഹോൾ കുഴിവ് വരുന്നത് ബാക്ക് സൈഡിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേറൊരു പേപ്പറിൽ റൈറ്റ് സ്ലീവ് വരയ്ക്കാണ്ട് തന്നെ ഈ പേപ്പർ ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വരച്ചിട്ടുള്ള ഡിസൈൻ ചെറുതായിട്ടൊന്ന് പതിഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി ഇവിടെ ഒന്നുകൂടി ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് മെഷർമെൻറ്റ്സ് ഒന്നും കൊടുക്കാണ്ട് വെറുതെ ഒരു സ്ലീവിൻ്റെ ഔട്ട്ലൈൻ വരച്ച് അതിനകത്തും ഡിസൈൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഷോൾഡറും സ്ലീവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ജോയിൻറ്റിനോട് ചേർത്ത് ഒരിക്കലും ഹാൻഡ് വർക്ക് വരില്ല. അതിനേക്കാളും 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ താഴെയായിരിക്കും ഡിസൈൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത് ആ രീതിയിൽ ഈ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ ഔട്ട്ലൈനും കൂടി വരച്ചതിന് ശേഷം നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.